ആസ് എ വുമൺ നമ്മളെപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. നമ്മളെ കയ്യിൽ നമ്മളൊരിക്കലും ഒരാളെടുത്ത് നമ്മളൊരു സാനിറ്ററി പാഡിന് പോലും പേയ്മെൻറ്റ് വാങ്ങുന്ന ഒരു അവസ്ഥ, ഈവൻ നമ്മളെ ഫാദർ ആവട്ടെ ഹസ്ബൻഡ് ആവട്ടെ, ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഭയങ്കര നമ്മളെ സംബന്ധിച്ച് നമ്മളെപ്പോഴും സെൽഫ് എംപവർ ആയിരിക്കണം. നമ്മൾ കുട്ടിക്കാലത്താണെങ്കിലും എത്ര തവണ വീണിട്ടാണ് നമ്മൾ നടക്കുന്നത്. സോ വീണിട്ട് നമുക്ക് നടക്കുമ്പോൾ അതിന് കിട്ടുന്ന ആ ഒരു പവർ വേറെ ഒരു എനർജി ഡ്രിങ്കിനും നമുക്ക് കിട്ടില്ല. ഇൻ ദ ജേർണി ഓഫ് മൈ റൈഡിങ് 2019 ഐ മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ്. കുറച്ച് സിവിയർ ആയിരുന്നു. കാരണം വുമൺ ഓൾസോ മൾട്ടി ടാലൻറ്റഡാണ്, മൾട്ടി ടാസ്ക് എടുക്കുന്നവരാണ്. ഫെയിൽ ആവാത്തവർ എങ്ങനെ സക്സസ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാമെന്ന് എനിക്കറിയില്ല. വൺസ് ഫെയിലിയർ എന്താണ് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലായവർക്ക് സക്സസിൻ്റെ അത് അത്രയും മനോഹരമായിട്ട് അത് എൻജോയ് ചെയ്യാനും അതിൻ്റെ ഫ്ലേവർ അറിയാൻ പറ്റുള്ളൂ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടി കൂടുതലൊന്നും ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. പവർ ഓഫ് വുമൺ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ആ ഒരു രീതിയിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ദർ ഇസ് നോ എൻഡ് ദ പോയിന്റ്. അവിടെ ഒരു എൻഡിങ് പോയിന്റ് ഇല്ല. വരുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കയറി പിടിക്കാൻ നോക്കുക. ഓപ്പർച്യൂണിറ്റി വൺസ് ഇൻ എ വൈൽ ലൈഫിൽ വരുള്ളൂ. നോ വറി അബൌട്ട് നെഗറ്റീവ്സ് വരുന്നത് നോക്കി നിന്നിട്ട് കാര്യമില്ല. പറയാനുള്ളവർ പറയും. ഒരു സ്ത്രീ ഇന്ത്യ മുഴുവൻ ബൈക്കിൽ സഞ്ചരിക്കുന്നു. രാജ്യത്തിൻ്റെ ഓരോ കോണുകളും കണ്ടറിഞ്ഞ് അനുഭവങ്ങൾ ആസ്വദിക്കുന്നു. പക്ഷെ ഒരു അപകടം ഇതെല്ലാം മാറ്റിമറിക്കുന്നു. ജീവിതം ഒരൊറ്റ നിമിഷത്തിൽ മാറിപ്പോയെങ്കിലും അവർ കൈവിട്ടില്ല. തൻ്റെ പാഷനെ ഒരു ബിസിനസ്സാക്കി മാറ്റിയ അവർ ഇന്നൊരു വിജയായ സംരംഭകയാണ്. ഇന്ന് നമ്മളുടെ കൂടെ ഫിൻസീരീസിൽ ജോയിൻ ചെയ്യുന്നത് ഷൈംസ് ടേക്ക് ഓവറിന്റെ ഫൗണ്ടറായ ഷൈമാസ് ആണ്. ഹായ് ഷൈമ, വെൽക്കം ടു ഫിൻസീരീസ്. താങ്ക് യു. ചെറിയ പ്രായം തൊട്ടേ എനിക്ക് ഭയങ്കരമായിട്ട് താല്പര്യമുള്ളൊരു കാര്യമാണ് ബൈക്ക് റൈഡിങ്. ഞാൻ ഓൾറെഡി ആ സമയത്തെ ഒരു 6th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്ത് വീട്ടിലുള്ള ആക്സസ് ഓടിച്ച് തുടങ്ങിയിട്ടുണ്ട്. സോ ഇതുപോലൊരു വെക്കേഷൻ ടൈമിൽ വീട്ടിലിങ്ങനെ TV കണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഉമ്മ പറഞ്ഞ് ഫുൾ ടൈം TV ഇങ്ങനെ നോക്കി നിൽക്കാണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് വായിച്ചോ, കുറച്ച് വായനാശുദ്ധിയും കൂടി വരട്ടെ എന്നുള്ള രീതിയിൽ. സോ ഞാൻ വനിത ദാറ്റ് കൈൻഡ് ഓഫ് എന്തൊരു മാഗസിൻ ജസ്റ്റ് ഇങ്ങനെ നോക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വുമൺ ലേഡി വിത്ത് ഹിസ് ഹസ്ബൻഡ് ഓൾ ഇന്ത്യ കവർ ചെയ്ത് ഹിമാലയ കവർ ചെയ്ത് അതിൻ്റെ ഒരു ചെറിയൊരു നമ്മൾ റിപ്പോർട്ട് കണ്ടു. മീൻസ് കുറച്ചൊരു മലയാളം പ്രോബ്ലമാണ് എനിക്ക്, കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഞാനത് വായിച്ചെടുത്ത്. ബട്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് തിങ് ആയതുകൊണ്ട് സോ വൺസ് അത് വായിച്ചതിന് ശേഷം ഞാൻ വിചാരിച്ചു വൈ ഡോണ്ട് ഐ ക്യാൻ ഡു ദാറ്റ്. ഒരു വുമൺ അന്ന് ഇന്നിപ്പം വളരെ കോമൺ ആണ് എല്ലാവരും ഡ്രൈവ് ചെയ്യുന്നത്. മീൻസ് റോഡിൽ തന്നെ നമുക്ക് ഒരു 4 മെൻ ബുള്ളറ്റ് എടുത്ത് പോകുന്ന കണ്ടാൽ അതിൻ്റെ ഇടയിൽ ഒരു സിംഗിൾ ലേഡിയെങ്കിലും ഉണ്ടാവും. പക്ഷെ അന്ന് അങ്ങനെയല്ല, ഭയങ്കര റയറാണ്. ആൻഡ് നെഗറ്റീവ്സ് ഓൾസോ കൂടുതലാണ്. സോ അത് അന്ന് ജസ്റ്റ് ഒരു ഡ്രീം ഉണ്ടായിരുന്നു ഇൻ 7th സ്റ്റാൻഡേർഡിൻ്റെ വെക്കേഷൻ ടൈം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഒരു 2000 മാരേജ് ഒക്കെ കഴിഞ്ഞു. 2016 ഇൻസ്റ്റ അല്ല FB, ഇൻസ്റ്റ ഇല്ല അന്ന്, FBയിൽ ജസ്റ്റ് സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതുപോലെ ഷൈനി രാജ്കുമാർ, ട്രിവാൻഡ്രത്തുകാരി ഷൈനി രാജ്കുമാർ, അവർ വുമൺസിന് വേണ്ടിയിട്ട് ഒരു റൈഡിങ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഞാൻ നോട്ടീസ് ചെയ്തു. 2016 സംതിങ് ആ സമയത്ത്. സോ അന്ന് അവർ വളരെയധികം, ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഭയങ്കര കമ്പനിയാണ്. ഇപ്പോൾ എൻ്റെ കട്ട ചങ്കാണ് ഷൈനി. ബട്ട് അന്ന് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആ ഒരു കാര്യം, മീൻസ് എല്ലാവരും എതിരെയായിരുന്നു. വുമൺ ഓൺ വീൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ അന്ന് ആ ഒരു ടൈമിൽ. സോ ആ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അതിലെത്തണം, ഞാനത് അവരെ മീറ്റ് ചെയ്യണം. ആ ഒരു കോൺസെപ്റ്റിൽ ഞാൻ ലൈസൻസ് ആക്ച്വലി 2017 എടുക്കുന്നത്. സോ ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തത് ഗിയർ ബൈക്ക് എന്നുള്ള ഒരിതാണ്. അപ്പോൾ ലൈസൻസ് എടുത്തു. ആഫ്റ്റർ ദാറ്റ് ഞാൻ വീട്ടിൽ ഭയങ്കര സ്ട്രഗിളിങ് ആയിരുന്നു, ഒരാളും സപ്പോർട്ടില്ലായിരുന്നു. ഞാൻ ഓൾറെഡി വർക്കിംഗ് ആയിരുന്നു. സോ ഞാൻ എൻ്റെ മാത്രം ഏണിങ്സ് വെച്ചിട്ട് ഞാനൊരു ബുള്ളറ്റ് ഇവിടെ നമ്മൾ കാലിക്കറ്റിൽ പുതിയത് ഇറക്കിയായിരുന്നു. സോ ആഫ്റ്റർ ദാറ്റ് ഞാൻ ഈ ഒരു ഇതിൽ ജോയിൻ ചെയ്തു. ഷൈനി ആയിട്ട് കുറേ റൈഡ് ചെയ്തിട്ടുണ്ട്, ഓൾ ഇന്ത്യ കവർ ചെയ്തു. ഈ പാഷനായിരുന്ന റൈഡിങ്ങിനെ ഏതൊരു പോയിന്റിലാണ് അതൊരു ബിസിനസ് ലെവലിലേക്ക് ചിന്തിക്കാൻ തുടങ്ങിയത്? ഈ റൈഡർ എന്നുള്ളതൊന്നും ഒരു ബിസിനസ് ഓൺട്രപ്രണർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇൻ ദ ജേർണി ഓഫ് മൈ റൈഡിങ് 2019 ഐ മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ്. കുറച്ച് സിവിയർ ആയിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എനിക്ക് ഇനി ഒരിക്കലും എൻ്റെ
ഐ മീൻ ബുള്ളറ്റിൻ്റെ ഗിയർ എനിക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് തട്ടാൻ പറ്റില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് ഐ ക്യാൻ ചൂസ് മീൻസ് എനിക്ക് തോന്നി ട്രാവലിങ്ങിൻ്റെ ഒരു ഫീലിംഗ് ട്രാവൽ ചെയ്തവർക്കേ ട്രാവലിൻ്റെ ഫീലിംഗ് മനസ്സിലാവുള്ളൂ. സോ എൻ്റെ പോലെ ഒത്തിരി ലേഡീസ് ഉണ്ടാവും, ഹൗസ് വൈഫായിട്ടുണ്ടവരും, അതുപോലെ വുമൺസ് ഉണ്ടാവും, ലൈക്ക് ചെറിയ പിള്ളേരൊക്കെ ആയിട്ട് അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും. സോ അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് ബാക്കിയുള്ള ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇങ്ങനൊരു ബിസിനസ് ചെയ്തുകൂടാ. ഫസ്റ്റ് ഐ തോട്ട് ലൈക്ക് റൈഡിങ് എന്ന് മാത്രമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു റൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സറൗണ്ടിങ് ഓൾ അറൗണ്ട് ഇന്ത്യ ഉള്ളിൽ ആ ഒരു രീതിയിലായിപ്പോൾ. സോ കുറച്ച് ഇൻ്റർനാഷണലും കൂടി വേൾഡ് വൈഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ട്രാവൽസ് എന്നുള്ളത്. ആൻഡ് ഓൾസോ എൻ്റെ ഫാദറിനും ഒരു ട്രാവൽസ് ആയിരുന്നു. നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പാക്കേജുകൾ ഹോളിഡേ പാക്കേജ് അല്ലെങ്കിൽ ട്രാവൽ കൺസൾട്ടൻ്റ് അല്ലായിരുന്നു. ഹീസ് പ്യുവർലി വിസ പ്രോസസ് ആയിരുന്നു. സോ എന്നിട്ട് എൻ്റെ ഉപ്പൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഉപ്പ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചെയ്ത് പകുതിക്ക് വെച്ച് അവർക്ക് എന്തൊക്കെയോ ഫൈനാൻഷ്യൽ പ്രോബ്ലം കൊണ്ട് സ്റ്റോപ്പ് ചെയ്തതാണ്. സോ നിങ്ങൾ പകുതിക്ക് വെച്ചൊരു കാര്യം ഞാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ഐ ഡോണ്ട് നോ, കാരണം ഞാൻ ഇതിന് മുന്നേ ഒത്തിരി ബിസിനസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഫെയിലിയർ ആയിട്ടുണ്ട്. എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നുണ്ട് ഇനിയും നീ എന്താ ചെയ്യാം, ഇനിയിപ്പോൾ എന്താ ഇതാണോ ബാക്കിയുള്ളത്, അങ്ങനെ ചോദിക്കാറുണ്ട്. സോ അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും വൺസ് ഇൻ എ വൈൽ എനിക്കൊരു ഓൺട്രപ്രണർ എന്നുള്ളത് എൻ്റെ ഒരു മനസ്സിലുള്ളൊരു ആഗ്രഹമാണ്. സോ ഞാൻ ഈ മാനിഫെസ്റ്റേഷനും അതുപോലെ സബ് കോൺഷ്യസിൻ്റെ കോൺസെപ്റ്റൊക്കെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ എനിക്കത് എക്സ്പീരിയൻസ്ഡ് ആണ്. ലൈഫിൽ നമ്മൾ എന്തെങ്കിലും ആവണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ വൺസ് ഇൻ എ വൈൽ നമ്മൾ അവിടെ എത്തും. ഡെഫിനറ്റ്ലി എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്. സോ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ജേണിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും പലരും വീണെടുത്ത് അവിടെ നിന്ന് പോകുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തെന്ന് പറയുന്ന ഒരു ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ പിന്നീട് വണ്ടി എടുക്കാനോ അല്ലെങ്കിൽ അതിൽ യാത്ര ചെയ്യാനോ വരെ മടിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും അതിൽ നിന്നൊക്കെ ഒരു പ്രചോദനമായിട്ട് അതിനെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാനൊക്കെ പറ്റില്ലോ? എങ്ങനെയാണ് ശരിക്കും ആ ഒരു കോൺഫിഡൻസ് കിട്ടിയത്? നമ്മൾ ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് എനിക്ക് പറ്റിയിട്ടുണ്ട്. ഫ്രം ദ ബിഗിനിങ് ഞാൻ റൈഡിങ് പഠിക്കുന്ന ആ സമയം തൊട്ടിട്ട് എനിക്ക് ആക്സിഡൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഓരോ പ്രാവശ്യം വീഴുമ്പോഴും എൻ്റെ ഫാമിലി സറൗണ്ടിങ്സ് മൊത്തം പറയുന്നത് എന്താ, ഇനിയും ഇത് തട്ടിയിട്ട് നീ ഓടിക്കാനാണ്, നിനക്ക് ഇത്ര കിട്ടിയിട്ട് മതിയായില്ലേ? അപ്പോൾ ആ ഒരു ഇത് പറയുമ്പോൾ ഞാൻ വിചാരിക്കും നമ്മൾ വീണവിടത്ത് കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ഇനി വാക്കവേ ഇല്ല. നമ്മൾ കുട്ടിക്കാലത്താണെങ്കിലും എത്ര തവണ വീണിട്ടാണ് നമ്മൾ നടക്കുന്നത്. സോ വീണിട്ട് നമുക്ക് നടക്കുമ്പോൾ അതിന് കിട്ടുന്ന ആ ഒരു പവർ വേറെ ഒരു എനർജി ഡ്രിങ്കിന് നമുക്ക് കിട്ടില്ല. ലൈഫിൽ നമ്മൾ ഒന്ന് വീണ് കുറച്ച് ആളുകൾ നമ്മളെ ഇൻസൾട്ട് ചെയ്ത് അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് മനസ്സിൽ തോന്നും ഇത് പോരാ, ഇതിലും കൂടുതൽ നമുക്ക് ചെയ്യാനുണ്ട്. സോ നെവർ ഗിവ് അപ്പ്, ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി സോ ഹാർഡ് വേ നമുക്കിപ്പോൾ സക്സസ് എന്നുള്ളത് ഇപ്പം പറയാണ്. ഇഫ് യു വാണ്ട് എ സക്സസ് യു വാണ്ട് വാക്ക് ത്രൂ ദ ഹെൽ എന്ന് പറഞ്ഞാൽ വി ജസ്റ്റ് വാക്ക് ത്രൂ, നമ്മൾ മാത്രം ആ ഒരു വാക്ക്വേയിൽ നമ്മൾ മാത്രം എന്നുള്ള രീതിയിൽ നടന്നോളാം. അങ്ങനെ നടന്നാൽ നമുക്ക് ആ ഒരു പോയിന്റ് ഓഫ് വേയിലേക്ക് എത്താൻ പറ്റും. ഡെഫിനറ്റ്ലി ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു പോയിന്റ് കാണുന്നുണ്ട്, അവിടേക്ക് എത്തിയിട്ടില്ല, ബട്ട് ഐ ഡെഫിനറ്റ്ലി ബി ദർ. ഇപ്പോൾ ഈ പറഞ്ഞല്ലോ, ഇതിന് മുന്നേ പറഞ്ഞു ഒരുപാട് ബിസിനസ് ചെയ്തു, കുറേ ബിസിനസ് ഫെയിൽ ആയിരുന്നു. അപ്പം എന്തൊക്കെ ബിസിനസ് ആയിരുന്നു ഇതിൻ്റെ ഒരു? അപ്പാർട്ട് ഫ്രം മൈ ലൈക്ക് ഇപ്പോൾ ആഫ്റ്റർ മാരേജ് ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി മെന്നാണ് മാരേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ലവ് മാരേജ് ആയിരുന്നു, അതിൻ്റെ കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. സോ നമ്മൾ ആ ലൈഫിൻ്റെ സ്ട്രഗ്ലിങ്സിൽ ഫ്രം സ്റ്റാർട്ടിങ് ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ട്. സോ ആഫ്റ്റർ ദാറ്റ് ഫാഷൻ ഡിസൈനിങ് വീട്ടിലിരുന്ന് തന്നെ പുറത്ത് ഗുജറാത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്ത് ഫുൾ ഓൺലൈൻ. സോ അന്ന് എനിക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും അറിയില്ല. പുറത്തുള്ള ആളുകളുടെ അടുത്ത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരെ പഠിച്ചു വരുന്നുള്ളൂ. ഐ തിങ്ക് 2000 ഒരു നല്ല ചെറുതാണ്, ഒരു 18-19 ഇയേഴ്സേ ആയിട്ടുള്ളൂ. സോ അങ്ങനെ ഞാൻ സാധനം വന്ന് ഇവിടെ സെല്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് എനിക്ക് കൂടുതൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഓഫ് സം റീസൺസ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു നമ്മൾ ഓഫീസ് ഉണ്ടായിരുന്നു ഇവിടെ കാലിക്കറ്റ് തന്നെ. കോവിഡിൻ്റെ ടൈമിൽ കംപ്ലീറ്റ്ലി കൊളാപ്സായി. ഈ ഒരു ഷൈൻസ് ടേക്ക് ഓഫ് എന്നുള്ളത് ഒരു വുമൺ ഓൺട്രപ്രണർ, ഒരു വുമൺ എംപവർമെൻറ്റ് വേണ്ടിയിട്ട് മാത്രമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സ്റ്റാഫ്സ് എല്ലാവരും ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നതും വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ എല്ലാവരും വുമൺ ഒള്ളിയാണ്.
സോ ഒരിക്കലും ഒരു കോർപ്പറേറ്റ് ലെവലിൽ അവിടെ നടക്കരുത് എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യമാണ്. സോ നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദേ പീപ്പിൾസ് എന്ത് വേണമെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കുക. അവരെ പ്രയോറിറ്റീസിന് ഞാൻ എന്തായാലും ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കും. അതായത് എൻ്റെ ബിസിനസ്സിനെക്കാട്ടിയും എൻ്റെ കൂടെ നിൽക്കുന്ന ടീമിൻ്റെ പ്രയോറിറ്റീസ് ഞാൻ എന്തായാലും കൺസിഡർ ചെയ്തിട്ടാണ് മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വന്ന ആരും പോകണം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വന്നിട്ടില്ല. സോ ദേ ഇൻ മൈ ടീം വിത്ത് ലൈക്ക് എ ഫാമിലി. തീർച്ചയായിട്ടും ഒരു ബിസിനസിന്റെ സക്സസ് എന്ന് പറയുന്നത് തന്നെ ഒരു ടീമാണല്ലോ. അപ്പൊ ഈ ഒരു ടീമിനെ കണ്ടുപിടിക്കാനും ആ ഒരു ടീം ബിൽഡ് ചെയ്യാനും വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും? ഞാൻ എന്താന്നുള്ളത് ഫസ്റ്റ് അറ്റ് സൈറ്റ് തന്നെ ഞാൻ എന്താന്നുള്ളത് അവർക്കൊരു കോൺസെപ്റ്റ് കൊടുക്കും. ഇതാണ് ഇന്നതാണ് ഞാൻ ഇന്നതാണ് പ്രതീക്ഷിക്കുന്നത്, ഇതായിരിക്കും നിങ്ങളെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ. ആൻഡ് ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഒരു രീതിയിലും നിങ്ങൾക്ക് ഹാഷ് ആവുന്ന രീതിയിലൊന്നും ചെയ്യില്ല. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. സോ ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ദേ അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ദ കമ്പനി ആൻഡ് വാട്ട്സ് ദ പേഴ്സൺ ബിഹൈൻഡ് ദ കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. സോ അതിനനുസരിച്ചിട്ടായിരിക്കും പിന്നെ അപ്പോൾ അങ്ങനെ ഉള്ള ആളുകളെ നമ്മൾ കമ്പനിയിൽ കണ്ടിന്യൂ ചെയ്യാനും ജോയിൻ ചെയ്യാനും ഉള്ളൊരു ഇത് വരുള്ളൂ. സോ ഞാൻ ബിലീവ് ചെയ്യുന്നത് ഒരു കോർപ്പറേറ്റ് ലെവലിലുള്ളൊരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെക്കാട്ടിയും മച്ച് ബെറ്റർ നമ്മൾ എന്താണ് മെൻ്റലി നമ്മൾ എന്താണ് എന്നുള്ളത് അവർക്കും മനസ്സിലാവണം. ദേ പീപ്പിൾ ഓൾസോ ലൈക്ക് ഒരു 1-to-1 പോലെ. ഞാനൊരു BNI മെമ്പറാണ്. കാലിക്കറ്റിൽ തന്നെ കേരളത്തിൽ തന്നെ 1 and only വുമൺ ഓൺലി ചാപ്റ്ററാണ് ക്യൂൻസ് മെമ്പറാണ്. സോ നമ്മൾ BNIയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അതാണ്. ഒരു ഇൻ ഡെപ്ത് ആയിട്ടുള്ളൊരു 1-to-1 ഉണ്ടെങ്കിൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് അതർ പേഴ്സൺ ആൻഡ് ഓൾസോ നമ്മളെ പറ്റി അവർക്കും. സോ നമ്മളെ ക്രെഡിബിലിറ്റി എന്താണ്, നമ്മൾ എന്താണ് നമ്മളെന്നുള്ള അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ലൈക്ക് ഇൻ ബിസിനസ്സിനാണെങ്കിലും അവർക്ക് നമുക്ക് ബിസിനസ് തരാനുള്ള ഒരു ഇൻട്രസ്റ്റും കുറച്ച് കൂടുതലായിരിക്കും. ഇപ്പോൾ ഷൈമേൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഒരുപാട് ബിസിനസ് ഫെയിലായി ലാസ്റ്റാണ് ട്രാവൽ ഏജൻസി എന്നുള്ളൊരു ബിസിനസ്സിലേക്ക് വന്നത്. ഡെഫിനറ്റ്ലി ഒരു സ്ത്രീ, പ്രത്യേകിച്ച് ഒരു വുമൺ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും കേൾക്കുന്നത് നോ ആയിരിക്കും. ഈവൻ നമ്മളുടെ ഫാമിലിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ഭയങ്കര റെയർ ആയിട്ടുള്ള കേസിലാണ് നമ്മുടെ ഫാമിലി അത്രയും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത്. അപ്പം ഷൈമേൻ്റെ കേസിൽ ഇപ്പോൾ ഡെഫിനറ്റ്ലി ഷൈമ ഒരുപാട് നോ കേട്ടിട്ടുണ്ടാകും. കാരണം മൾട്ടിപ്പിൾ ബിസിനസ് ഫെയിലായി പിന്നെ ഒരു ബിസിനസ്സിലേക്ക് പോകുമ്പോൾ ഡെഫിനറ്റ്ലി എല്ലാവരും നോയെ പറയത്തുള്ളൂ. അപ്പം ആ ഒരു ടൈമിലൊക്കെ ആരാണ് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്? ലൈക്ക് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഓൾറെഡി കുറച്ചധികം മോട്ടിവേറ്റഡ് ആണ്. സെൽഫ് ലവ് എനിക്ക് കൂടുതലാണെന്നാണ് വീട്ടിലെല്ലാവരും പറയുക. സോ അതുകൊണ്ട് തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേറൊരാൾ ആവശ്യമില്ല എന്നല്ല. പക്ഷെ എന്നാലും ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു എൻഡ് വേ പറ്റുന്നുണ്ടോ ഇല്ലയെന്നല്ല, നമ്മൾ ട്രൈ ചെയ്യുക. സോ അറ്റ് ദ എൻഡ് വരെ ഞാൻ പോയി നോക്കും. വൺസ് അത് ഫെയിലായാൽ ചുറ്റുള്ള ആളുകൾ പറഞ്ഞാലും ഞാൻ അവിടെ എത്തി എന്നുള്ളൊരു സമാധാനം എനിക്കുണ്ടാവും. ശിവരഞ്ജിനി ചോദിച്ച പോലെ എനിക്ക് എൻ്റെ സപ്പോർട്ട് പില്ലർ ഓൾവേസ് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. ഫ്രം ദ ബിഗിനിങ് തൊട്ടിട്ട് ഇപ്പം വരെ. കാരണം നമ്മൾ ഓൾറെഡി ഒരു ബിഗ് സ്ട്രഗിൾ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ട്രാവൽ കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ ട്രാവൽ കമ്പനി എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ ഒരു സ്ട്രഗിളിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഈ സ്ട്രഗിളിലല്ല നിൽക്കുന്നത്. ഓൾറെഡി ഇപ്പോൾ നമ്മൾ സ്ട്രഗിളിലാണ്. ഇനിയിപ്പോൾ ഒരു പുതിയൊരു കാര്യം അത് പോസിബിൾ ആണോ എന്നുള്ളൊരു ചോദ്യം പോലും എൻ്റെ അടുത്ത് ചോദിക്കാൻ നിന്നിട്ടില്ല. യു ഡു അവർ കുറച്ച് അധികം എൻ്റെ അടുത്ത് ബിലീവ് ആണ്. ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിന് എൻഡ് എത്തും. വാട്ട് എവർ ഹാപ്പൻസ് എന്നുള്ളത് നെക്സ്റ്റ്. സോ ആ ഒരു എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ വൺസ് നല്ലതാണെങ്കിൽ നല്ലതാവട്ടെ എന്നുള്ളൊരു കൺസെപ്റ്റിൽ കൂടെ തന്നെ ഉണ്ടായിരുന്നു. സോ ദാറ്റ്സ് മൈ സപ്പോർട്ട് സിസ്റ്റം. ഇപ്പം നമ്മൾ ബിസിനസ്സിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ പാഷൻ്റെ പുറയിൽ ബിസിനസ്സിലേക്ക് എത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ലാഭം മുന്നിൽ കണ്ടുകൊണ്ട് ബിസിനസ്സിലേക്ക് എത്തുന്ന ആൾക്കാരുണ്ട്. ഇത് തമ്മിൽ ഭയങ്കര ഒരു അന്തരമുണ്ട്. ഇപ്പം പാഷന്റെ പിന്നാലെ പോകുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഓരോ സ്റ്റേജും എൻജോയ് ചെയ്ത് തുടങ്ങും അല്ലെ. ഈവൻ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പോലും ചിലപ്പോൾ നമ്മൾ ഒരു പക്ഷേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരും. അത് നമ്മൾ പലപ്പോഴായിട്ട് എൻജോയ് ചെയ്ത് തുടങ്ങും. പക്ഷെ ഒരു ലാഭം മുന്നിൽ കണ്ടുവരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അത്രയും ഡീപ്പായിട്ടുള്ള സ്റ്റഡി നടത്താണ്ട് അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് ഫെയിൽ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ ആ ഒരു പ്രോസസ്സ് അയാൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം എന്നില്ല. പക്ഷെ ഇപ്പം ഷൈമേന്റെ കേസ് പറയുകയാണെങ്കിൽ ഒരു പാഷനിൽ നിന്ന് ഒരു ബിസിനസ് എന്നുള്ള ഒരു ആശയത്തിലേക്ക് വരികയും അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് അതിൽ സക്സസ്ഫുൾ ആയ ഒരു വ്യക്തിയാണ്. അപ്പം ഈ ഒരു ജേർണിയിൽ ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഡെഫിനറ്റ്ലി ഒരു ട്രയൽ ആൻഡ് എററിലൂടെ ആയിരിക്കും ആ ഒരു ജേർണി പോയിട്ടുണ്ടാവുക. എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി? അതെ, ശരിയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു പാഷൻ്റെ പുറത്താണ് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ റൺ ചെയ്തെന്ന് വെച്ചാൽ
മീൻസ് അത് റൺ ചെയ്യാൻ നമുക്ക് ആ ഒരു പാഷൻ എന്ന് പറഞ്ഞ ഫ്യൂവൽ തന്നെ ധാരാളമാണ്. ബട്ട് നമ്മളതൊരു ലാഭം പ്രതീക്ഷിച്ചിട്ടാണ് വൺസ് ഇൻ എ വൈൽ നമുക്ക് ലാഭം കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആകെ ഡൗൺ ആയി. നമുക്ക് പിന്നെ റൺ ചെയ്യാനുള്ള ഫ്യൂവൽ നമ്മളടുത്ത് ഇല്ല. സോ പാഷൻ ആകുമ്പോൾ എന്താ വെച്ചാൽ വൺസ് ഇപ്പോൾ ഈ ഒരു ട്രാവൽ ഏജൻസി അല്ലെങ്കിൽ ട്രാവൽ കമ്പനി എന്ന് പറഞ്ഞാൽ പ്യുവർലി സർവീസ് ബേസ്ഡ് ആണ്. സോ നമ്മളെ സർവീസ് ബെറ്റർ ആയില്ല, സർവീസ് നന്നായിട്ടില്ല, നല്ലൊരു ക്വാളിറ്റി സർവീസ് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളവിടെ നിന്ന്. കാരണം നമ്മൾ കണക്ട് ചെയ്യുന്നതും ഹാൻഡിൽ ചെയ്യുന്ന ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മെന്നാണ്. ഐ മീൻ ഹ്യൂമൺ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ഓരോ കാറ്റഗറി ഓഫ് മൈൻഡ് സെറ്റ് ആയിരിക്കും ഉണ്ടാവുക. സോ വൺസ് ഇൻ എ വൈൽ അവിടെ പോയിട്ട് അത് ശരിയായില്ലെങ്കിൽ നമ്മളത് അപ്പം തന്നെ ക്ലിയർ ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി. അപ്പോൾ നമ്മൾ അറ്റ് എനി ടൈം നമ്മൾ അത് അറ്റൻഡ് ചെയ്യാനും ഐ മീൻ അത് ഈവൻ ദോ നൈറ്റ് ആയാലും മോർണിംഗ് ആണെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി നമുക്ക് ഡെഫിനറ്റ്ലി വേണം. സോ എന്നെ സംബന്ധിച്ച് ഞാൻ ട്രാവലിംഗ് എന്നുള്ളത് അത്രയും അധികം ഐ മീൻ അത് എൻ്റെ ലൈഫാണ്. സോ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വിടുന്ന അല്ലെങ്കിൽ ഞാൻ ത്രൂ പോകുന്ന ആളുകൾ എന്താണോ ട്രാവലിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ, വാട്ട് ഈസ് ദ ട്രാവലിംഗ്, വാട്ട് ഇസ് ദ ഫീലിംഗ് ഓഫ് ട്രാവലിംഗ്, അത് എൻറ്റയർലി ത്രൂ ഔട്ട് നല്ല വൃത്തിക്ക് അറിഞ്ഞിട്ട് വേണം തിരിച്ചു വരാൻ. സോ അതുകൊണ്ട് തന്നെ ഞാൻ കൊടുക്കുന്നത് ഈ ലാഭം പ്രതീക്ഷിക്കുന്നില്ല എന്നല്ല. സോ അതിനെക്കാട്ടി കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കസ്റ്റമർ സർവീസും അവരെ ഫീഡ്ബാക്കുമാണ്. സോ നല്ല സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ പിന്നെ നമ്മളടുത്തേക്ക് തന്നെ തിരിച്ചു വരുള്ളൂ. സോ അവിടെ ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല വൺസ് ഒരു നമ്മൾ ത്രൂ പോയ അവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ, ഹെൽത്ത് ഇഷ്യൂ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്കത് അപ്പം ടാക്കിൾ ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റും വേണം. അതിനുള്ള ഇത് നമ്മളവിടെ എന്തായാലും ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ഒന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം ഡേ വൈസ് പല കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നമ്മളെപ്പോഴും അത് പ്രിപ്പയർ ആയിരിക്കാം. ആൻഡ് നമുക്കൊരു പാഷനാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത് എൻജോയ് ചെയ്യും ത്രൂ ഔട്ട്. അതിൽ ഓരോരോ മൊമെൻറ്റ് അതിപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ അതൊന്നും വിചാരിക്കുക വെച്ചാൽ മീൻസ് നെക്സ്റ്റ് ടൈം നമുക്കിതെങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റും, എങ്ങനെ ക്യൂർ ചെയ്യാൻ പറ്റും, ഇതിലും ബെറ്റർ എങ്ങനെ ചെയ്യാൻ പറ്റും. സോ ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രോബ്ലംസ് ഇല്ല എന്നല്ല, ഒത്തിരി പ്രോബ്ലംസ് എല്ലാ ഡേയ്സും വരുന്നുണ്ട്. സോ പിന്നെ അത് ആവർത്തിക്കാനുള്ളൊരു അവസ്ഥ വരാത്ത രീതിയിൽ നമ്മളത് പ്രിപ്പയർ ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ഇപ്പം ബിസിനസ്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇപ്പം പുതിയതായിട്ട് ബിസിനസ്സിലേക്ക് വരുന്ന അതിൽ സക്സസ്ഫുൾ ആവുന്ന ആൾക്കാരെക്കാട്ടിലും എക്സ്പീരിയൻസും ലേണിങ്സും ഉണ്ടാവുക ഡെഫിനറ്റ്ലി മൾട്ടിപ്പിൾ ടൈംസ് ഫെയിൽ ആയ ആൾക്കായിരിക്കും. ഇപ്പം ഷൈമേൻ്റെ കേസ് പറയുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് ഇപ്പം ഷൈമ പറഞ്ഞ മാതിരി ഒരുപാട് ബിസിനസ് ചെയ്ത് അതിൽ ഫെയിലായി അങ്ങനെ ഒരു മീൻസ് ഫൈനലി ഒരു ഇതാണ് എൻ്റെ സെഗ്മെന്റ് എന്ന് ചൂസ് ചെയ്ത ഒരാളാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു ലേണിങ്സും ഈ ഒരു എക്സ്പീരിയൻസും ഷൈമേനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് ഈ ഒരു ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് ഇപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പം ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? ഫെയിലിയർ നമ്മൾ ഒന്നിലധികം ഫെയിലിയേഴ്സ് എന്നുള്ളതല്ല. ഒരു ഫെയിൽ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും മീൻസ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശരിയാവില്ല, കുറച്ചും കൂടി ബെറ്റർ. ലൈക്ക് ഇപ്പോൾ നമുക്കൊരു ഫേമസ് കോട്ട് തന്നെ ഉണ്ട്. സോ നമ്മൾ ഫെയിലാവും, പിന്നെ നമ്മളത് ബെറ്റർ ചെയ്യും. അപ്പോൾ നമ്മൾ ഓരോ ഫെയിലിയറിലും നമ്മൾ പഠിക്കുന്നത് എന്താ വെച്ചാൽ അതെങ്ങനെ ബെറ്റർ ചെയ്യാം. ഒരു ഫെയിലാവാത്തവർ എങ്ങനെ സക്സസ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാമെന്ന് എനിക്കറിയില്ല. വൺസ് ഫെയിലിയർ എന്താണ് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലായവർക്ക് സക്സസിൻ്റെ അത് അത്രയും മനോഹരമായിട്ട് അത് എൻജോയ് ചെയ്യാനും അതിൻ്റെ ഫ്ലേവർ അറിയാൻ പറ്റുള്ളൂ. സോ വൺസ് നമ്മൾ ഫെയിൽ ചെയ്യുന്ന സമയത്ത് be better and again fail, be better, again fail, be better, അങ്ങനെ ബെറ്റർ എന്നുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് ഈ സക്സസ്സിലേക്കുള്ള സ്റ്റെപ്സ് കുറയും എന്നുള്ളത് മീൻസ് ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്ന അതാണ്. സോ ഞാൻ ആ ഒരു രീതി തന്നെയാണ് എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം കറൻ്റ്ലി ഈ നിൽക്കുന്ന ഇനി സക്സസ്സിലേക്ക് എത്ര സ്റ്റെയർസ് ഉണ്ടെന്ന് അറിയില്ല, പക്ഷേ ഇപ്പം നിൽക്കുന്ന ഈ ഒരു സ്റ്റെയറിൽ ഞാൻ അങ്ങനെ ബെറ്ററായി വന്നതാണ്. സോ അത് എനിക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ബിസിനസ്സിൽ മാത്രമല്ല, ലൈക്ക് എന്നെ സെൽഫായിട്ട് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നും കൂടി ഈ ഒരു ഫെയിലിയർ എന്നുള്ളൊരു തിങ് പഠിപ്പിച്ചിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി നമ്മളൊരു സക്സസ്സിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ first be failure and again better, then will be reach the നമുക്കിതിൻ്റെ ബെറ്റർ വേർഷൻ അറിയാൻ പറ്റും. ലൈക്ക് എന്താണ് സക്സസിൻ്റെ ബെറ്റർ വേർഷനിലേക്ക് നമ്മളെ ബെറ്റർ ചെയ്യാൻ എങ്ങനെ പറ്റും എന്നുള്ളത് നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. സോ അതിനനുസരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ട്രാവൽ ആൻഡ് ടൂറിസത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇതിൽ നേരത്തെ ഒരു പ്രയർ എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. അപ്പം
എന്തോ ട്രാവൽ ഏജൻസി ആയിരുന്നില്ല, അത് എന്തായിരുന്നു? അത് ഇപ്പൊ ഏജൻസി ഒന്നല്ല, അതൊരു വിസ പ്രോസസിംഗ് കമ്പനിയാണ്. അപ്പം ഒരു പ്രയർ എക്സ്പീരിയൻസ് അതിലില്ല. അപ്പൊ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പം എന്തെങ്കിലും പ്രത്യേകിച്ച് സ്റ്റഡിയോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ല. ഞാൻ സ്റ്റഡീസും കാര്യങ്ങളും ഞാൻ ത്രൂ ഔട്ട് എൻ്റെ ഒരു ജേണി, ട്രാവലിംഗ് ജേണിയിൽ എനിക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഇൻക്ലൂഷൻസും എക്സ്ക്ലൂഷൻസും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആവും, അല്ലെങ്കിൽ എന്തൊക്കെ നമുക്കിതിൽ ആഡ് ഓൺ ചെയ്താൽ നന്നാവും. അതിപ്പോൾ ഈവൻ ദോ ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ ആ ഇതിലേക്ക് ഞാൻ അങ്ങോട്ട് ഇറങ്ങി തിരിച്ചതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഇതിൽ ത്രൂ ഔട്ട് ജേണി നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കാനാണ്. ഈവൻ നമ്മളൊരു ഓൺടർപ്രണർ എന്ന് പറഞ്ഞാൽ 24/7 നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് പുതിയ അപ്ഡേഷൻസ് വരും, അപ്ഡേഷൻസിനെ പറ്റി നമ്മൾ പഠിക്കണം, എന്തൊക്കെ നമുക്ക് ഇനി ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ചെയ്യാൻ പറ്റും നോക്കണം. സോ നമ്മളെ ബിസിനസ് ജേണിയിൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അപ്ഡേറ്റഡ് ആവാം, നമ്മൾ അതിനെപ്പറ്റി അറിയാം, അതിൻ്റെ കാര്യങ്ങളെ പറ്റി പഠിക്കുക, അത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കാം. പെട്ടെന്ന് തന്നെ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കാം, നല്ലതാണോ അല്ലേ എന്നുള്ളത് നമ്മൾ അതും കൂടി ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം. സോ ഇപ്പോഴും കറൻ്റ്ലി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. പിന്നെ സ്പെസിഫിക്കലി ഒന്നും പഠിച്ചിട്ട് ഇറങ്ങിയതല്ല, പക്ഷെ നമ്മൾ വൺസ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. ഇപ്പം പുതിയതായിട്ട് ഇപ്പൊ പാഷന്റെ പിന്നാലെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഈ പറഞ്ഞ മാതിരി അതിനെ ഒരു ബിസിനസ് ആയിട്ട് വളർത്തിക്കൊണ്ട് പോകണം എന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ പലരും സ്റ്റക്കായി പോകുന്നത് ബിസിനസ്സിൽ പ്രയർ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് പറഞ്ഞു തരാനോ മനസ്സിലാക്കി തരാനോ ആരും ഇല്ലാത്തത് കൊണ്ടും ആവാം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തൊരു അഡ്വൈസ് ആയിരിക്കും ഷൈമ കൊടുക്കുക? നമ്മൾ ഫസ്റ്റ് ആദ്യം നമുക്ക് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം, എന്താണ് നമ്മളെ പാഷൻ, അതിലേക്ക് ഇറങ്ങി തിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോർ തിങ്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ വൺസ് ഇൻ എ വൈൽ നമ്മളൊരു കാര്യത്തിനെ പറ്റിയിട്ട് കൂടുതൽ ഇൻറ്റൻസ് ആയി ചിന്തിക്കാൻ തുടങ്ങിയാൽ അതിലേക്കുള്ള വഴികൾ ഓൾമോസ്റ്റ് നമ്മളെ മുന്നിലേക്ക് വരും. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്തിക്കുന്ന കാര്യങ്ങളിലേക്കുള്ള വഴി നമുക്ക് ഓപ്പണായിട്ട് വരും. സോ നമ്മൾ ആദ്യം ഇറങ്ങി തിരിക്കുക, നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അതിലേക്ക് അങ്ങോട്ട് മുന്നോട്ട് ഇറങ്ങുക. എന്തോ ആവട്ടെ, നമ്മൾ എൻ്റെ വരെ പോകുന്നുള്ള ആ ഒരു തീരുമാനം എടുത്തിട്ട് ഇറങ്ങാം. പകുതിക്ക് നിർത്തരുത്. നമ്മൾ ട്രാവൽ ആ ജേണി അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യുക. വാട്ട് എവർ നെക്സ്റ്റ് ഹാപ്പൻ എന്നുള്ള നെക്സ്റ്റ് തിങ് ആണ്. ഡെഫിനറ്റ്ലി ഇനിഷ്യലി സ്റ്റാർട്ട് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ക്ലയൻസ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നമ്മളുടെ ചുറ്റിനുള്ള ആൾക്കാരായിരിക്കുമല്ലോ നമ്മൾ ആദ്യമേ അപ്രോച്ച് ചെയ്യുന്നുണ്ടാവുക. അപ്പം ഇനിഷ്യൽ സ്റ്റേജിൽ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ട്രാവൽ ആൻഡ് ടൂറിസത്തിന്റെ ഒരു എവല്യൂഷൻ നോക്കുകയാണെങ്കിൽ തന്നെ ആദ്യമേ നമുക്ക് ഈ പറയുന്ന മാതിരി ഡയറക്റ്റ് പോയി ബുക്കിംഗ്സ് ആയിരുന്നു, പിന്നെ അത് ഏജൻസീസ് ആയിട്ട് മാറി, പിന്നീട് അത് ഓൺലൈൻ വെബ്സൈറ്റ്സുകളൊക്കെ ആയിട്ട് മാറി. അപ്പൊ അവിടെ കൂടുതൽ ഇപ്പം ഒരു ട്രാവൽ ആൻഡ് ടൂറിസം അല്ലെങ്കിൽ ഒരു ട്രാവൽ ഏജൻസി എന്നുള്ള രീതിയിൽ എന്തൊക്കെ ചലഞ്ചസ് ഫേസ് ചെയ്യാറുണ്ട്? ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ ട്രാവൽ ഏജൻസി ഇപ്പോൾ ഓൺലൈൻ ബുക്കിങ്സ് കൂടുതലും നടക്കുന്നുണ്ട്. സോ എനിക്കുണ്ടായ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു ഏർലി മോർണിംഗ് എനിക്കൊരു കോൾ വരുന്നു, ഒരു 4:30 ആയിട്ടുള്ളൂ. കോൾ ഫ്രം നമുക്ക് തായ്ലൻഡാണ്. കോൾ വന്നു, എന്നോട് പറഞ്ഞു ഷൈംസ് ടേക്ക് ഓഫ് അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു യെസ്, നമ്മൾ എനി ടൈം കോൾ എടുക്കാമെന്നുള്ളൊരു അത് എനിക്കുള്ളൊരു തീരുമാനമാണ്. ഞാൻ എടുത്തു, ഷൈംസ് ടേക്ക് ഓഫ് അല്ലേ, എനിക്കൊരു ബുക്കിംഗ് എടുക്കാനാണ്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ സാർ പറഞ്ഞോളൂ, ഏകദേശം ട്രാവൽ ഡേറ്റ് എപ്പോഴാണ്? ഞാനിപ്പോൾ ഇവിടെ തായ്ലൻഡിലാണുള്ളത്, എനിക്കിവിടെ ഒരു ബുക്കിംഗ് വേണം ഹോട്ടൽ. അപ്പം ഞാൻ പറഞ്ഞു എന്ത് പറ്റി സാർ? ഓൺലൈനിൽ അല്ല, ഞാൻ ഓൺലൈനിൽ എടുത്തായിരുന്നു, ഇവിടെ എത്തിയ സമയത്ത് നമുക്ക് റൂം അവൈലബിൾ അല്ല. എന്താ വെച്ചാൽ തേർഡ് പാർട്ടി അക്കൗണ്ട്സ് ഒത്തിരി ഉണ്ട്, നല്ലതും ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ നമ്മളെന്താ വെച്ചാൽ എന്തെങ്കിലും അതിലെന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നാൽ ടാക്കിൾ ചെയ്യാൻ കുറേ കോൾ എടുക്കാത്ത കുറേ ഫോൺ നമ്പേഴ്സ് ഉണ്ടാവും, ഒരിക്കലും റിപ്ലൈ തരാത്ത കുറേ മെയിൽ ബോക്സ് ഉണ്ടാവും. പക്ഷെ നമുക്കൊരാളെ ഡയറക്റ്റ് കൺസേൺ പേഴ്സൺ ഇല്ല അവിടെ. അതും നമ്മളൊരു ട്രാവൽ കോർഡിനേറ്ററുമായിട്ടുള്ള വ്യത്യാസം എന്താ വെച്ചാൽ നമ്മൾ ഇപ്പം ഈവൻ റൂംസ് ബുക്കിംഗ് മാത്രമല്ല, ഫ്ലൈറ്റ് ബുക്കിംഗ് ആണെങ്കിലും എന്താണെങ്കിലും, ഈവൻ നമ്മളിപ്പോൾ ഒരു ട്രാവൽ കോർഡിനേറ്റർ കൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അത് കറക്റ്റ് സ്കെഡ്യൂൾഡ് ആയിരിക്കും. നമുക്ക് ടൈം, അതായത് ഒരു കൺട്രി നമ്മൾ കാണാൻ വേണ്ടി പോവാണ്. സോ ആ കൺട്രി നമ്മൾ കണ്ട് തന്നെ വരണം. സോ കാണാണ്ട് നമ്മൾ ഏതെങ്കിലും 1-2 ഡെസ്റ്റിനേഷൻ കണ്ടു വരാണ്ട് കൺട്രി കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്ത് വരണം. സോ നമ്മൾ ആസ് എ ട്രാവൽ കോർഡിനേറ്റർ നമ്മളെപ്പോഴും അതിൽ ഒരു സ്കെഡ്യൂൾഡ് ആയിരിക്കും. നമുക്ക് വൺസ് ഇത് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൈമിന് ഇവിടെ എത്താൻ പറ്റുള്ളൂ. സോ നമ്മളതിൽ സ്കെഡ്യൂൾഡ് ആയിരിക്കും. അതൊരു ആൾ ഇതൊന്നും ഇല്ലാണ്ട് ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് മലേഷ്യ കണ്ടു, മലേഷ്യ കണ്ടിട്ടുണ്ടാവുള്ളൂ, ജസ്റ്റ് ഒരു കോലാലംപൂർ സിറ്റിയെ കണ്ടിട്ടുണ്ടാവുള്ളായിരിക്കും, മലേഷ്യ കവർ ചെയ്തിട്ടില്ല. അതുപോലെ തായ്ലൻഡ് കവർ ചെയ്ത് തായ്ലൻഡ് മൊത്തം കവർ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ പട്ടായയിലുള്ള വാക്കിംഗ് സ്ട്രീറ്റ് മാത്രമായിരിക്കും കവർ ചെയ്തിട്ടുണ്ടാവുക. സോ എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത്, കസ്റ്റമൈസ് ചെയ്യുന്ന സമയത്ത് ഒരു പെർഫെക്റ്റ് ടീമിൻ്റെ കൂടെ ആണെങ്കിൽ ആ ജേർണി എപ്പോഴും നിങ്ങൾക്ക് മെമ്മറബിൾ ആയിരിക്കും, ഒരിക്കലും മറക്കാൻ പറ്റാത്ത തന്നെ ആയിരിക്കും. ഇപ്പം ഷൈമ ഒരു വുമൺ ഓൺട്രപ്രണർ ആയതുകൊണ്ട് തന്നെ
ഇപ്പം നമുക്കറിയാലോ വുമൻസ് ഒരുപാട്, ഇപ്പം നമ്മളുടെ അമ്മമാരാണെങ്കിൽ പോലും യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കാരണം അവർക്ക് അതിന് പറ്റാണ്ടായി പോയിട്ടുണ്ടാകും. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസിനുള്ളിൽ അവരുടെ പല ആൾക്കാരുടെയും പാഷൻ നിന്ന് പോയിട്ടുണ്ടാവും. ഡെഫിനറ്റ്ലി ഒരു വുമൺ ഓൺട്രപ്രണർ ആയതുകൊണ്ട് തന്നെ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നതും വുമൻസിന് തന്നെയായിരിക്കും. ഇപ്പം ഷൈമ പറഞ്ഞതുപോലെ തന്നെ ഈവൻ എംപ്ലോയീസ് ആണെങ്കിൽ പോലും വുമൻസ് ആണ്, അവർക്കാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്, അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ആണ് അവർക്കും കൊടുക്കുന്നത്. ഡെഫിനറ്റ്ലി അത് ആ ഒരു വുമൺ എംപവർമെന്റ് എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണല്ലോ അങ്ങനത്തെ ഒരു തോട്ട് തന്നെ വന്നത്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് എന്തൊക്കെ സർവീസ് ആണ് കൊടുക്കുന്നത്? ലൈക്ക് ഇപ്പോൾ ഐ മീൻ ഞാൻ എൻ്റെ ടീം, ഞാൻ ഒരിക്കലും എംപ്ലോയീസ് എന്ന് പറയാറില്ല, എൻ്റെ ടീം എന്നാണ് പറയാറ്. ഐ മീൻ എൻ്റെ പോലെ തന്നെ ഞാൻ അവരെ കൂടെ ഇരുന്നിട്ട് തന്നെ വർക്ക് ചെയ്യാറ്. സോ എൻ്റെ ടീമിലിപ്പം കറൻ്റ്ലി ഓഫീസിലാണെങ്കിലും വർക്ക് ഫ്രം ഹോം ആണെങ്കിലും അറൗണ്ട് 25 മെമ്പേഴ്സിൻ്റെ അടുത്ത് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഈ വർക്ക് ഫ്രം ഹോം ഞാൻ ചൂസ് ചെയ്യാൻ കുറച്ചും കൂടി കാരണം എന്താ വെച്ചാൽ ചെറിയ ബേബീസ് ഉള്ള അമ്മമാരുണ്ടാവും, അവർക്ക് ചിലപ്പം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ സാഹചര്യം കൊണ്ട് അവർക്ക് ട്രാവൽ ചെയ്യാനോ അല്ലെങ്കിൽ പോയി ഒരു വർക്ക് എടുക്കാനോ പറ്റുന്നുണ്ടാവില്ലായിരിക്കാം. പക്ഷേ ആസ് എ വുമൺ നമ്മളെപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. നമ്മളെ കയ്യിൽ നമ്മളൊരിക്കലും ഒരാളെടുത്ത് നമ്മളൊരു സാനിറ്ററി പാഡിന് പോലും പേയ്മെൻറ്റ് വാങ്ങുന്ന ഒരു അവസ്ഥ, ഈവൻ നമ്മളെ ഫാദർ ആവട്ടെ ഹസ്ബൻഡ് ആവട്ടെ, ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മളെ സംബന്ധിച്ച് നമ്മളെപ്പോഴും സെൽഫ് എംപവർ ആയിരിക്കണം. സോ ഞാൻ ആ ഒരു കോൺസെപ്റ്റിലാണ് ഒത്തിരി മീൻസ് എല്ലാവരെയും ഒന്നും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് പറ്റുന്ന ആളുകളെ, എൻ്റെ സറൗണ്ടിങ്സിലുള്ള എനിക്ക് അറിയാവുന്ന ആളുകൾക്ക് ഇതുപോലെ അവർക്ക് ചെയ്യാൻ പറ്റും, ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റും. കാരണം വുമൺ ഓൾസോ മൾട്ടി ടാലൻറ്റഡാണ്, മൾട്ടി ടാസ്ക് എടുക്കുന്നവരാണ്. പിന്നെ വുമൺസിലല്ലാണ്ട് വേറെ ആർക്കെന്നുള്ളത് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് മാത്രമാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടി കൂടുതലൊന്നും ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് നമ്മളെന്താണ്, വുമൺ എന്താണ്, വുമണിൻ്റെ പവർ ഓഫ് വുമൺ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ആ ഒരു രീതിയിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ there is no end the point. അവിടെ ഒരു എൻഡിങ് പോയിന്റ് ഇല്ല. ഇപ്പോൾ ഒരുപാട് ട്രാവൽ ഏജൻസീസ് ആക്ച്വലി നിലവിലുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഈ ഒരു ബിസിനസ് ആശയമായിട്ട് മുന്നോട്ട് വരുമ്പം കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ആയിട്ട് അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ട് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ മറ്റുള്ള ട്രാവൽ ഏജൻസീസിനെ വെച്ച് നോക്കുമ്പം എന്തൊക്കെ അഡീഷൻസ് ആയിരിക്കും ഷൈംസ് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ടാവും? ഞാനൊരിക്കലും കോമ്പറ്റീറ്റേഴ്സിനെ അനലൈസ് ചെയ്തിട്ട് ഞാനൊരു കാര്യം ചെയ്യാറില്ല. മീൻസ് ഞാൻ എൻ്റെ ഓൺ എനിക്ക് ഓണായിട്ട് എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ നോക്കുന്ന സമയത്ത് കൂടുതലും എഫ് ടി വിത്ത് ഫിക്സഡ് ഡിപ്പാച്ചേഴ്സാണ് കൂടുതലും അതർ പ്രയോറിറ്റീസ് കൊടുക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ടൈലർ മെയ്ഡ് പോലെ പ്യുവർലി കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റ്. സോ നമ്മൾ ഒരു പാസഞ്ചർ ട്രാവൽ ചെയ്യണം എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ വൺസ് അവരായിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുക. സോ ആ മീറ്റിങ്ങിൽ ഒരു 5 minutes ആണെങ്കിൽ പോലും ആ ഒരു ഡിസ്കഷനിൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹീ ഈസ്. അവർ പറയാത്ത കാര്യങ്ങളും കൂടി ത്രൂ ഔട്ട് ദറ്റ് നമ്മൾ ആ ഒരു കോൺവെർസേഷനിൽ നമുക്ക് മനസ്സിലാവും ആൻഡ് ദ ക്യാരക്ടർ ഓഫ് ദ പേഴ്സൺ ആൻഡ് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ അവർക്ക് ഇഗ്നോറൻസ് ഉണ്ട്, എന്തൊക്കെ ഇൻക്ലൂഷൻസ് കൊടുക്കണം. സോ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് അനുസരിച്ചിട്ടുള്ളൊരു ടൈലർ മെയ്ഡ് പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മൾ ഐറ്റ്നറി ആയിട്ട് ചെയ്യാൻ പോകുന്നത്. സോ വൺസ് അവർക്ക് അതിനെ പറ്റിയിട്ട് അത്ര തന്നെ കോൺഷ്യസ് ഇല്ലെങ്കിലും പറഞ്ഞു കൊടുക്കും, സാർ ഇങ്ങനെയാണ്. ലൈക്ക് ഇപ്പോൾ നമുക്കൊരു ഏർലി ചെക്കിന് വേണമെന്നുണ്ടെങ്കിൽ ചില ആളുകൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉള്ള കസ്റ്റമേഴ്സ് പറയും നമുക്ക് വേണ്ട. സോ നമ്മൾ പറഞ്ഞു കൊടുക്കും ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഡു ദാറ്റ്. കാരണം ഏർലി ചെക്കിന് ഇല്ല എന്നുണ്ടെങ്കിൽ മേ ബി ചിലപ്പോൾ അവരൊരു ചെറിയ കുട്ടീനെ കേട്ടിരിക്കും പോകുന്നുണ്ടാവാം. നമ്മൾ ഓൾമോസ്റ്റ് ചെക്കിൻ ടൈം ഇൻ്റർനാഷണൽ വരുന്നത് 2 o'clock ആണ്. സോ അത്രയും നേരം അവർ ആ കുട്ടീനെയായിട്ട് നമുക്ക് മനസ്സിലാവും. നമ്മളായിട്ട് തിങ്ക് ചെയ്യും. നമ്മൾ പോവുകയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് നമ്മളെ ടീമിനെ മൊത്തത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള അങ്ങനെ നമ്മൾ എങ്ങനെയാണോ ട്രാവൽ ചെയ്യുന്നത്, നമ്മളെ കംഫർട്ട് സോൺ എന്താണ്, സോ അത് അവർക്കും കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുത്ത് അവരെപ്പോഴും സേഫ് ആൻഡ് സെക്യൂർ സർവീസ് വൈസ് ക്വാളിറ്റി എന്നുള്ളൊരു പ്രോസസ്സിലൂടെ മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ്സ് ദ ഡിഫറൻറ്റ് ഐ എം ചൂസിങ്. കൂടുതൽ FIT ആണ്. നമുക്കൊരു 2 പേര് മുതലാണെങ്കിൽ പോലും നമുക്ക് ട്രാവലിംഗ് പോസിബിളാണ്. എന്താണോ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം നല്ല ക്വാളിറ്റി സർവീസിൽ. പിന്നെ കുറച്ചും കൂടി നമ്മളൊരു വുമൺ ഓൺട്രപ്രണറാണ്, ഞാൻ വുമൺ ട്രാവലറും കൂടിയാണ്. സോ ഞാൻ കുറച്ചും കൂടി കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന എൻ്റെ പോലെ ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുള്ള, അതായത് സ്വന്തം ലൈഫിൽ നമുക്കൊന്ന് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടാവും. സോ അവർക്ക് സപ്പോർട്ടീവ് ആയി അപ്പം അനുസരിച്ച് നമ്മളൊരു വുമൺ ഓൺലി അല്ലെങ്കിൽ ഷീ ക്യാമ്പയിൻ അല്ലെങ്കിൽ വുമൺ ഓൺലി പാക്കേജസ് പ്രൊവൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ അവരെ ഫാമിലി ഓൾസോ റെഡി. കാരണം വുമൺസ് മാത്രമാണ്, അതും ഒരു വുമൺ ആണ് കൊണ്ടുപോകുന്നത്. സോ ദേ പീപ്പിൾ കുറച്ചും കൂടി കൺസിഡറബിൾ ആണ്. സോ ആ ഒരു രീതിയിൽ ഞാൻ ഫോക്കസ് ചെയ്ത് വുമൺ ഓൺലി ട്രിപ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് ഇൻ്റർനാഷണലും
ഡൊമസ്റ്റിക്കും ചെയ്യാറുണ്ട്. ആൻഡ് ഓൾസോ ഞാൻ റൈഡറാണല്ലോ, സോ നമുക്കൊരു ക്ലബ്ബുണ്ട്. സോ ക്ലബ്ബ് തന്നെ റൈഡ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് റൈഡിങ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഓൾ ഇന്ത്യ പോലുള്ള ട്രിപ്സിൽ അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ, നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. കുറച്ചും കൂടി സേഫ് ആണ്. അതെ, സേഫ് ആണ്, സെക്യൂർ ആയിട്ട്. അവർക്ക് നമ്മളെ കൂടെ തന്നെ നമ്മളെപ്പോലെയുള്ള 3-4 ലേഡീസാണ് ഇപ്പോൾ ഈ റൈഡിങ് ആണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര എനിക്കൊന്ന് ഒരുപാട് ഇപ്പം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരുപാട് ആൾക്കാർ കുറെ എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ മാരേജിന് ശേഷം അതൊക്കെ മാറ്റിയിട്ട് ഒരു നോർമൽ ലൈഫിലേക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവിടെ നിന്നൊക്കെ ശരിക്കും നമുക്ക് ഫാമിലിന്റെ സപ്പോർട്ട് അല്ലെങ്കിൽ ഇൻലോസിന്റെ സപ്പോർട്ട് അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര അത്യാവശ്യമാണ് നമുക്ക്. പക്ഷെ അത് പലർക്കും കിട്ടുന്നില്ല. ഷൈമന്റെ കേസ് പറയുകയാണെങ്കിൽ അത് എത്രത്തോളം ഉണ്ടായിരുന്നു? ഹസ്ബൻഡ് ഓൾറെഡി പറഞ്ഞു, ഡെഫിനറ്റ്ലി ഇപ്പൊ നമ്മളുടെ പേരൻസ് ആയിക്കോട്ടെ ഹസ്ബൻഡിന്റെ പേരൻസ് ആയിക്കോട്ടെ അവരുടെ സപ്പോർട്ട് നമുക്ക് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അതെ, തീർച്ചയായിട്ടും. ഇൻലോസ് എൻ്റെ കേസിൽ എന്താ വെച്ചാൽ, ഞാൻ സ്റ്റാർട്ടിങ് തൊട്ടേ കുറച്ചും കൂടി ഇങ്ങനെ പുറത്ത് നടക്കണം, കുറച്ച് ട്രാവൽ ചെയ്യണം, ആ ഒരു മോഡ് ആയതുകൊണ്ട് തന്നെ പീപ്പിൾ നോ എന്താണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ ഇൻലോസിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും കുറച്ചും കൂടി എനിക്ക് കൺസിഡറേഷൻ വന്നത് എൻ്റെ ഫാമിലിയിൽ നിന്നാണ്. ഇൻലോസ് വളരെ കൂളായിരുന്നു. സോ ഇപ്പം ഉമ്മ ആണെങ്കിലും പാരൻസ് എല്ലാവരും ഓക്കെയാണ്. അവളെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അവൾ എന്തെങ്കിലുമൊക്കെ ലൈഫിൽ എത്തിച്ചേരണം എന്ന് വിചാരിച്ചിട്ടാണ്. സോ എനിക്കിപ്പം ബാരിയേഴ്സ് ഒന്നുമില്ല. പീപ്പിൾസ് എനിക്ക് കീപ്പ് ഓൺ ഒരു മോട്ടിവേഷൻ തന്നുകൊണ്ടിരിക്കുകയാണ് ഫോർ ഈ ഒരു ജേണി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ഇപ്പം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആദ്യമേ ഒന്നും നമുക്ക് ചിലപ്പം നമ്മുടെ ഫാമിലിയിൽ ഒരു വോയിസ് ഉണ്ടാവണം എന്നില്ല. അണ്ടിൽ വി ആർ ഇൻഡിപെൻഡന്റ്. നമ്മൾ ഇൻഡിപെൻഡന്റ് ആവുന്നതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ, ഈവൻ അത് സൊസൈറ്റിയിലായിക്കോട്ടെ നമ്മുടെ വീട്ടിലായിക്കോട്ടെ, നമുക്ക് പല കാര്യത്തിനോട് അഭിപ്രായം പറയാനാണെങ്കിലും നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ ഡിഫറെൻ്റ് ആണ്. ആസ് എ സക്സസ്ഫുൾ ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് വുമൺ എന്നുള്ള രീതിയിൽ നമുക്ക് വുമൺസിന് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? അഡ്വൈസ് എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ എപ്പോഴും എനിക്ക് എന്നെ മോട്ടിവേറ്റ് ചെയ്ത ഒരു കോട്ടാണ് എനിക്ക് ഓർമ്മ വരാം. ലൈക്ക് അക്കോർഡിംഗ് ടു എയർഡൈനാമിക് ലോ ബംബംബി ഒരിക്കലും പറക്കാൻ സാധ്യതയില്ലാത്തൊരു ഫ്ലൈ ആണ്. കാരണം അതിൻ്റെ വിങ് സ്പാനിനെതിരാണ് അതിൻ്റെ ബോഡി വെയിറ്റ് വരുന്നത്. സോ നമ്മൾ ഇഗ്നോറിങ് ദ ലോ ദ ബീ ക്യാൻ ഫ്ലൈ എനിവർ. സോ നമ്മൾ അടക്കപ്പെട്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിൽ അടക്കപ്പെട്ടിരിക്കുന്ന ഒരു ലോ ഉണ്ട് നമ്മളെ ചുറ്റിലുള്ള. ആ ലോ അഗെയിൻസ്റ്റ് ചെയ്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ വി കാൻ ഫ്ലൈ എനിവർ. വൺസ് വി ഇഗ്നോറിങ് ദ ലോ നമുക്ക് പറക്കാം എവിടെ വേണമെങ്കിലും. സോ അതുപോലെ ആവാം. നമ്മൾ മുന്നോട്ട് വെച്ച് കാല് മുന്നോട്ട് തന്നെ. നമ്മൾ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒന്ന് ആവണം എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ബി ദർ അറ്റ് ദ എൻഡ് ഓഫ് ദ വരെ നമ്മൾ പോയി നോക്കാം, ട്രൈ ചെയ്താലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ വി റീച്ച് ദർ ഓർ നോട്ട് എന്നുള്ളത്. സോ എനിക്ക് ഇതുപോലെ അഡ്വൈസ് ചെയ്യാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ വി ക്യാൻ ഡു. ഫസ്റ്റ് നമ്മൾ ഇറങ്ങിത്തിരിക്കാം, എന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയുള്ളൂ. ട്രൈ ചെയ്താലേ നമുക്കത് അതിൻ്റെ എത്ര എൻഡ് വരെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. പല സ്മോൾ സ്കെയിൽ ബിസിനസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈവൻ വുമൺ ഓൺട്രപ്രണേഴ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പം വീട്ടിൽ തന്നെ ഇരുന്ന് ഓരോ ചെറിയ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇനിഷ്യലി ചിലപ്പം നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് വേണം എന്നില്ല, അല്ലെ? നമുക്കൊരു 4 ചുമരിനുള്ളിൽ ഇരുന്ന് വരെ ബിസിനസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങണം, അത്രയും പാഷനേറ്റ് ആയിട്ട് ബിസിനസ്സിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ആദ്യമേ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ്, ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. ഒരു ആക്ഷൻ എടുത്താലേ അതിനൊരു റിയാക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ തന്നെ ഡെയിലി നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു BNI മെമ്പറാണ്. നമുക്ക് ചാപ്റ്ററിൽ ഓൾമോസ്റ്റ് 30 മെമ്പേഴ്സ് പ്ലസ് ഉണ്ട്. സോ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കാറ്റഗറിയാണ്. നമ്മൾ വിചാരിക്കും ഇങ്ങനത്തെ കാറ്റഗറി ഒക്കെ ഉണ്ടോയെന്ന്. പീപ്പിൾസ് എല്ലാവരും ഒന്നും ഓഫീസ് സ്പേസ് ഉള്ളവരല്ല, ഫ്രീലാൻസേഴ്സ് ഉണ്ട്, വർക്കിംഗ് ഫ്രം ഹോം ഉണ്ട്, വീട്ടിലിരുന്ന് ചെയ്യുന്നവരുണ്ട്. ദേ ആർ എസ്റ്റാബ്ലിഷ്ഡ്, ദേ ആർ സക്സസ്. സോ നമുക്ക് ഇനീഷ്യൽ ഒരു വലിയ എമൗണ്ട് ഉണ്ടായാലേ നമ്മൾ സക്സസ് ആവുന്നുള്ള അങ്ങനത്തെ ഒരു കോൺസെപ്റ്റും ഇല്ല. നമ്മൾ വില്ലിങ് ആണ്, നമ്മൾ കൺസിസ്റ്റൻ്റ് ആണ്, ബി ഡിസിപ്ലിൻ ആണ്. അതാണ് അതിൻ്റെ കീ സ്കില്ലാന്നാണ്. നമ്മൾ ഡിസിപ്ലിൻ ആവാം, നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പ്യുവർലി കൺസിസ്റ്റൻ്റ് ആയി ചെയ്യാം. സോ ദെൻ ഓൺലി ഗെറ്റ് ദ റിസൾട്ട്. നമുക്ക് റിസൾട്ട് കിട്ടും, ഡെഫിനറ്റ്ലി കിട്ടും. അപ്പോൾ അതൊരു ഇനീഷ്യൽ സ്റ്റേജ് ഫണ്ടിങ് ആലോചിച്ച് ആ ഒരു നെർവസ് ആവാണ്ട്. അതല്ല, ഇന്നിപ്പം വുമൺ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒത്തിരി നമ്മൾ ഗവൺമെൻറ് തന്നെ ഒരുപാട് കോൺസെപ്റ്റുകൾ ഇറക്കിയിട്ടുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒപ്റ്റ് ചെയ്യുക, ഇനീഷ്യൽ ഫണ്ട് ഇല്ലാത്തവരാണെങ്കിൽ, എന്നിട്ട് ഇറങ്ങുക. വൺസ് നമ്മൾ
പ്രയോർ തിങ് എന്താ വെച്ചാൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുക. വൺസ് നമ്മൾ ഇറങ്ങിത്തിരിക്കുക, നമ്മൾ ആരെയും നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. അല്ലെ അവർ വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യും, ഇവർ വന്ന് സപ്പോർട്ട് ചെയ്യും. അത് നെവർ വിൽ. ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും നമ്മളെ ഇല്ല. അപ്പൊ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കയറി പിടിക്കാൻ നോക്കുക. ഓപ്പർച്യൂണിറ്റി വൺസ് ഇൻ എ വൈൽ ലൈഫിൽ വരുള്ളൂ. വരുന്നത് നമ്മൾ കയറി പിടിക്കാൻ നോക്കുക. മേ ബി ചിലപ്പോൾ 1-2 വന്നിട്ടുണ്ടാവും, 1-2 ഫെയിൽ ആയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഏതെങ്കിലും ഒന്നിൽ നമ്മൾ സക്സസ് ആവും. നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണല്ലോ. അതെ അതെ അതെ. റൈറ്റ് ആയിട്ട് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യാം. ഇപ്പം നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിന് പിന്നാലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കും. അതല്ലാതെ നമുക്ക് റൈറ്റ് ടൈം വരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അങ്ങനെ വെയിറ്റ് ചെയ്യലേ. പിന്നെ അത് മാത്രമല്ല, ഇന്നിപ്പോൾ വുമൻസിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ടിങ് ആണ്. ഈവൻ തോ ഐ മീൻ ചുറ്റുപാട് മാത്രമല്ല, നമുക്ക് ഫാമിലി മാത്രമല്ല, നമ്മളിപ്പം ഏതൊരു പുതിയ മീൻസ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, ഞാൻ ഈ ട്രാവൽ ഏജൻസി വന്ന സമയത്ത് കൂടുതൽ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളുകളാണ് നമുക്ക് പറഞ്ഞത്. ഐ മീൻ മെയിൽ വേർഷനിലുള്ള ആളുകൾ ഭയങ്കര സപ്പോർട്ടിങ് ആണ്, നമുക്ക് പറഞ്ഞു തരും ഇത് ഇങ്ങനെ ചെയ്യും, അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. മേ ബി ചിലപ്പോൾ നമ്മളൊരു 1 year 2 year കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മേ ബി ചിലപ്പോൾ നമ്മളൊരു 2-3 months അവരെ എക്സ്പീരിയൻസ് ആയിരിക്കും അവർ നമുക്ക് ഷെയർ ചെയ്ത് തരുന്നത്. സോ അതൊക്കെ എനിക്കൊരു നല്ല കാര്യമായിട്ടാണ്. അതുപോലെ തന്നെ നെഗറ്റീവ്സും ഉണ്ട്. സോ നോ വറി അബൌട്ട് നെഗറ്റീവ്സ് വരുന്നത് നോക്കി നിന്നിട്ട് കാര്യമില്ല. പറയാനുള്ളവർ പറയും. നമ്മൾ ഓൺ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ അതൊക്കെ അങ്ങനെ നിൽക്കും. നമുക്ക് ആ ഒരു എത്തുന്ന വരെ ഉണ്ടാവുള്ളൂ നമ്മളെ പിന്നൊന്നും പറയാൻ ആളുകൾ. തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് ജേർണി തുടങ്ങിയതിന് ശേഷം ഡെഫിനറ്റ്ലി പല രീതിയിലുള്ള ക്രിറ്റിസിസം നേരിട്ടിട്ടുണ്ടാവുമല്ലോ. ഈ ക്രിറ്റിസിസത്തിനെ എങ്ങനെയാണ് നോക്കി കണ്ടത്? ശരിക്കും ക്രിറ്റിസിസം നോക്കി കണ്ടത് ഞാൻ പറഞ്ഞല്ലോ, ഐ മീൻ ഞാൻ ഓൺലി ഫോക്കസ്ഡ് ആണ്. എങ്ങനെ ഇനി നെക്സ്റ്റ് എന്ത്, നമ്മളെ ബിസിനസ്സിൽ തന്നെ സ്റ്റാർട്ടിങ് ഫ്രം ഒരു കാര്യം ചെയ്തു, ഇനി അടുത്തത് എങ്ങനെ, ഐ മീൻ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം എന്നുള്ളത് നോക്കുന്നതിൻ്റെ ഇടയിൽ ഈ ക്രിറ്റിസിസം കാര്യങ്ങളൊന്നും നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ള ഐ മീൻ മെൻറ്റാലിറ്റി വരില്ല. നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒരു ബിലീഫിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ തന്നെ അങ്ങനെ പോവും. കാരണം ഇത് നോക്കി നിന്നാൽ എന്താ വെച്ചാൽ നമ്മളവിടെ സ്റ്റക്കായി. സോ അത് കഴിയുന്നതും നമുക്ക് അതിന് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നല്ല രീതിയിലാണ് നമ്മളെ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കൊരു എംബിഷൻ, നമുക്കൊരു പാഷൻ, നമ്മൾ അതിനോട് അത്രയും കൺസിസ്റ്റൻ്റ് ആണ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അതിനൊന്നും റിയാക്ട് ചെയ്യേണ്ട. ഓട്ടോമാറ്റിക്കലി ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഷീ ഈസ് ഗോയിങ് ടു ഡു. സക്സസ്ഫുൾ ആയി കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. അതെ അതെ. കാരണം എപ്പോഴും നമുക്ക് ഒരാൾക്ക് പ്രതികാരം എന്നുള്ള ഒരു സ്വീറ്റ് പ്രതികാരം എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന നമ്മളെ മാസീവ് സക്സസ് തന്നെയാണ്. സോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മളെ സക്സസ് ആണ്. അവർ പറഞ്ഞോട്ടെ, നമ്മളത് നോക്കിയിട്ട് നിന്നിട്ട് നമ്മളെ സമയം കളയുന്നത് എന്തിനാണ്? വളരെ വാല്യൂ ആയിട്ടുള്ള തിങ്ങാണ് നമ്മളെ ടൈം. സോ ബാക്കി എന്തിനെക്കാട്ടി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മളെ ടൈമിനാണ്. മേ ബി ചിലപ്പോൾ നോക്കി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്തെല്ലോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ അതിന് പിന്നാലെ പോവാ, ആ ഗോളിലേക്ക് എത്താൻ ശ്രമിക്കാം. സൈഡിൽ വരുന്ന ക്രിറ്റിസിസത്തിനെ അങ്ങനെ ഇഗ്നോർ ചെയ്യാം. നമ്മൾ റിയാക്ട് ചെയ്യണ്ട. അത് അവരെ ഇഷ്ടം, അവർ പറയട്ടെ, നമ്മളത് ഇഗ്നോർ ചെയ്യണ്ട. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചില ക്രിറ്റിസിസം നമ്മൾ ശ്രദ്ധിക്കണം. അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? നമുക്കിപ്പം ചില ക്രിറ്റിസിസം അല്ലെങ്കിൽ ചില നെഗറ്റീവ്സ് നമുക്ക് ഫീഡ്ബാക്സ് ആയിട്ട് മാറാറുണ്ട്. അത് നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ ചിലപ്പോൾ ഒന്ന് അതിനെ പറ്റിയിട്ട് അറിയാൻ ശ്രമിച്ചാൽ ചിലപ്പം നമ്മളുടെ സർവീസിൽ ആ ഒരു ചെറിയ ചേഞ്ചസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്കത് വേറെ ലെവലിലേക്ക് ഗ്രോ ചെയ്യാനും പറ്റും. പക്ഷെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാ നെഗറ്റീവ്സും അതേപോലെ എടുക്കണം അല്ല. ഇത് ഇപ്പം റിയാക്ഷൻസ് 2 രീതിയിലുണ്ട്. നല്ല റിയാക്ഷൻസും ഉണ്ട്, അതെല്ലാം ബാഡ് ആയിട്ടുള്ളതുണ്ട്. അത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. ഇപ്പോഴും നല്ലൊരു റിയാക്ഷൻ ആണെങ്കിൽ നമ്മളെ ബിസിനസ് കുറച്ചും കൂടി നെഗറ്റീവ് ഫീഡ്ബാക്ക് നമുക്ക് ക്ലിയർ ചെയ്ത് അപ്സ്കിൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി അത് ഇഗ്നോർ ചെയ്യണം. നമ്മളത് നോക്കുക, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചെയ്യാം. ഇപ്പോൾ നമ്മളെ സൊസൈറ്റിയിൽ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം, അതല്ല ലൈഫിൽ നമ്മൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യണം, ഒരു ഓൺട്രപ്രണർ ആവണം, വുമൺ ഓൺട്രപ്രണർ ആവണം എന്ന് ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്ന ഒത്തിരി വുമൻസ് ഉണ്ടാവും നമ്മളെ സൊസൈറ്റിയിൽ. അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, എല്ലാ ആളുകൾക്കും ഒരു ഐ ഓപ്പണിംഗ് മൊമെൻ്റ് ഉണ്ടാവും. അത് എപ്പോഴാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുക. ഐ മീൻ ഒരിക്കലും ഇനി റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ ഒരു ആക്സിഡൻറ്റ് പറ്റി ഇനി ഒരിക്കലും ഒരു റൈഡ് ചെയ്യാനോ അല്ല എൻ്റെ ബൈക്കിങ്
ബൈക്കിൻ്റെ ഗിയർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ഞാൻ ഇപ്പോഴും റൈഡ് പോകാറുണ്ട്, ഇപ്പോഴും അതുപോലെ ട്രിപ്സ് കവർ ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരു ഓൺടർപ്രണർ ആയി ഇപ്പോൾ നിങ്ങളെ മുന്നിലിരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. സോ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ വൈ ഡോണ്ട് യു പീപ്പിൾസ്, നിങ്ങൾക്കും ഇതിലും ബെറ്റർ ആയിട്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. സോ വി ആർ വുമൺ, വി ആർ മൾട്ടി ടാലൻറ്റഡ് ആൻഡ് മൾട്ടി ടാസ്ക്. സോ ഇറങ്ങിത്തിരിക്കുക, ലൈഫിൽ എപ്പോഴും നമ്മൾ സെൽഫ് അച്ചീവായി സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുക.